വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം, പക്ഷെ കംപ്ലീറ്റ്ലി ഡേ ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ. കാരണം ഞാൻ രാവിലെ തന്നെ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല. രാവിലെ എണീറ്റതും ഫുഡ് ഉണ്ടാക്കിയതും അതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് DC പോകണം, എറണാകുളം ഡിസ്ട്രിക്ട് കോർട്ടിൽ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ എനിക്കിന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ പ്രിൻ്റല്ല, ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പ്രിൻ്റർ എൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പോകുന്ന വഴിക്ക് ഷോപ്പിൽ നിന്ന് വേണം പ്രിൻ്റ് എടുക്കാൻ. അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേഗം റെഡി ആവണം, പോകണം. DC കഴിഞ്ഞാൽ നേരെ ഓഫീസിൽ പോകണം. ഓഫീസിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. അത്രയും മാത്രമേ ഉള്ളൂ ആക്ച്വലി ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അത്രയല്ല, പക്ഷെ ഞാൻ അത്ര ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് അത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കിയെല്ലാം വഴിയെ കാണാം. അപ്പം ഇതിനി മെയിലിലേക്ക് അയക്കണം, എന്നിട്ട് പോകുന്ന വഴിക്ക് പ്രിൻ്റ് എടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തുണ്ടാക്കിയ ഫോം ഇതാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എക്സെപ്ഷൻ പെറ്റീഷനാണ്. അതായത് നമ്മുടെ കക്ഷി കോടതി മുഖാന്തരം ഹാജരാവാത്ത സാഹചര്യത്തിൽ നമ്മൾ വക്കീലന്മാർ കോടതിക്ക് കൊടുക്കുന്ന ഒരു പേപ്പറാണ്, അല്ലെങ്കിൽ ഒരു പെറ്റീഷനാണ് ഇത്. ആബ്സെൻ്റ് ആപ്ലിക്കേഷൻ, എക്സെപ്ഷൻ പെറ്റീഷൻ എന്നൊക്കെ പറയും. അപ്പം അതൊക്കെ ശരിയാക്കിയതിന് ശേഷം അതൊക്കെ പ്രിൻ്റ് എടുക്കണം. ഇനി ഞാൻ മെയിലിലേക്ക് അയച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നെക്ക് ബാൻഡാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലേ വക്കീലന്മാരൊക്കെ കഴുത്തിട്ടുള്ള കോളർ ബാൻഡ്, നെക്ക് ബാൻഡ് എന്നൊക്കെ പറയും. പിന്നെ ഈ ഒരു ടൈമിൽ, അത് രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നേക്കാൾ ഒരു അരമണിക്കൂർ, ആ സമയം ഞാൻ എപ്പോഴും യൂട്ടിലൈസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ബാഗിൽ ഗൗണും നെക്ക് ബാൻഡൊക്കെ എടുത്ത് വയ്ക്കുക. പിന്നെ ഈ ഒരു ഡയറി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ ഡയറിയാണ്. പേഴ്സണൽ ഡയറി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേഷനൊക്കെ പോകുന്ന സമയത്ത് കോടതിയിലത്തെ കാര്യങ്ങൾ, കേസ് എഴുതുക, നെക്സ്റ്റ് പോസ്റ്റിംഗ് ഡേറ്റ് എഴുതുക, അന്ന് എന്തായിരുന്നു സംഭവിച്ചത്, നെക്സ്റ്റ് പർപ്പസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഡയറിയാണിത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അന്ന് എന്ത് നടന്ന കേസാണ്, ഇനിയിപ്പോൾ അത് എന്തിലേക്കാണ് മാറ്റിയേക്കണം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ അതിൻ്റെ ഈ കോട്ടൊക്കെ നോക്കുമോ, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതൊക്കെ നോക്കുമോ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോയി കഴിയുമ്പം അത് ഇനി തപ്പി നടക്കുകയും ടെൻഷൻ അടിക്കേണ്ടയും വ്യാവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓൾറെഡി ഞാൻ ഇങ്ങനെ എഴുതിയേക്കുന്ന കാരണം എനിക്കത് വേഗം മനസ്സിലാവും അന്ന് എന്താ സംഭവിച്ചതെന്നുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു സംഭവമാണ് കേട്ടോ ഇത്. പിന്നെ ഇതാണ് എൻ്റെ ഗൗണ്. അപ്പോൾ ഗൗണൊക്കെ എടുത്ത് വയ്ക്കുന്ന സമയമാണ് ഇത്. ഗൗൺ എടുത്ത് വയ്ക്കുക, നെക്ക് ബാൻഡ് എടുത്ത് വയ്ക്കുക, ഡയറി നോക്കുക, പേനയിലൊക്കെ മഷി ഉണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ ഫുഡൊക്കെ ബാഗിലെടുത്ത് വയ്ക്കുക, വാട്ടർ ബോട്ടിലെടുത്ത് വയ്ക്കുക. അതേപോലെ പൈസയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇന്നത്തെ ചിലവുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, എത്രത്തോളം ആവും, ഇനിയിപ്പം അധികം ആയിക്കഴിഞ്ഞാൽ അധികം എത്ര ചിലവാകും, അതെടുത്ത് പേഴ്സിൽ വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയമാണിത്. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ അധികം മേക്കപ്പ് ഒന്നുമില്ല. ഞാൻ ഈ കാര്യങ്ങൾ ഈ അരമണിക്കൂർ ഞാൻ പറഞ്ഞില്ലേ, ആ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ അതൊക്കെ ചെയ്യണേ. ഇടയ്ക്കൊന്ന് പോയിട്ട് കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടിട്ട് വരിക, കുറച്ച് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, പിന്നെ ഒരു പൊട്ട് ഇടുക, മുടി കെട്ടുക. അതൊക്കെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചെയ്തിട്ട് വരും കേട്ടോ. ഇതെൻ്റെ ഒരു ഫോട്ടോ ആണ്. എൻ്റെ പാൻ കാർഡ് അത് മൈനറായിട്ടാണ് കിടക്കണേ, അതൊന്ന് മേജർ ആക്കണം. എല്ലാ ദിവസവും ഈ ഫോട്ടോസും ആധാർ കാർഡൊക്കെ എടുത്തിട്ട് പോകും, പക്ഷെ ഇതുവരെയ്ക്ക് എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല ഒന്ന് ചെയ്യാൻ. ഒരു ദിവസം ഒന്ന് ചെയ്യണം. പിന്നെ ഏട്ടൻ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഏട്ടൻ കുളിക്കാൻ വേണ്ടിയിട്ട് ആ തോർത്തൊന്ന് എടുത്ത് തരുമോ എന്ന് ചോദിച്ചു വന്നതാണ്. അപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബാർ കൗൺസിലിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാർഡ് കിട്ടി. ഇതാണ് കാർഡ്. അപ്പോൾ ഞാനത് ഏട്ടന് കൊടുത്തപ്പോഴത്തേക്കും പുള്ളി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതാണ് ഈ കാണുന്നത്. ആക്ച്വലി ഈ കാർഡ് എനിക്ക് ഇന്നലെ കിട്ടിയതാണ്. ഇപ്പോഴാണ് ഈ കാർഡ് ഞാനും നോക്കുന്നത്. അപ്പോഴാണ് ഏട്ടനെയും കാണിച്ചു കൊടുത്തത് കേട്ടോ. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. ബാക്ക് നോക്കാൻ എൻ്റെ സൈനൊക്കെ ഇത് ഞാൻ പച്ച കുത്തുണ്ട് കേട്ടോ. ഈ സാധനം നമ്പർ മാറും, ഒരിക്കലും മാറില്ല. എൻ്റെ നമ്പർ പച്ച കുത്തുന്നുണ്ടെന്നൊക്കെ അമരൻ മൂവിക്കകത്ത് അങ്ങനെ ഒരു സീനില്ലേ, അത് കണ്ടിട്ട് എന്തോ മറ്റാണ് കേട്ടോ പറയുന്നത്.
പിന്നെ ദേ ഇപ്പോൾ ഫുൾ ബാഗൊക്കെ സെറ്റാക്കി പോകാൻ വേണ്ടി തുടങ്ങുക. എൻ്റെ ഫ്രണ്ടിൽ ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്റർ ഇരിപ്പുണ്ട്. അപ്പോൾ സ്ക്രീനിൽ എന്തോ ഒരു സാധനം ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. തപ്പി തപ്പി ചെന്നപ്പോഴാണ് അതാണെന്ന് മനസ്സിലായത്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. സംഭവം രാവിലെ ആയിട്ടുള്ളൂ. പക്ഷേ സൂര്യനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇപ്പോൾ ഏട്ടൻ എന്നെ കോടതി കൊണ്ടുപോയി വിട്ടു കേട്ടോ രാവിലെ. അപ്പം ഞാൻ ദേ പോണു. അങ്ങനെ രാവിലെ കോടതിയിലെത്തി. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊഫഷനിൽ എല്ലാ കാര്യങ്ങളും വീഡിയോ ആക്കി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റണ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റണ പോലെ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ കോടതിയിൽ പോയിരുന്നു. ആബ്സെൻറ്റ് പറഞ്ഞു. അപ്പോഴത്തേക്കും ഹിയറിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞിട്ട് ആഫ്റ്റർ ലഞ്ചായിരുന്നു ഹിയറിംഗ് വെച്ചത്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഇരിക്കേണ്ടി വന്നു ഹിയറിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ കുറേ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.